മെയിൽ ഭയങ്കരമായിട്ട് എന്തോ ഒരു ആക്റ്റീവ് ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ട്. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, നമ്മൾ ചാനൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ ഇതിന് മുമ്പ് ഒരു ബെറ്റ ബ്രീഡിംഗ് സീരീസിൻ്റെ, അതായത് ഫൈറ്റർ ഫിഷിനെ എങ്ങനെ ബ്രീഡ് ചെയ്യിക്കണം, അതിൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ കെയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു 3 പാർട്ടായിട്ടുള്ളൊരു ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം എനിക്ക് വന്ന കുറച്ച് മെസ്സേജുകൾ കാരണമാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ കൂടെ ചെയ്യാൻ വന്നത്. കാരണം കോമൺലി ഇതാരും ചെയ്യത്തില്ല. കാരണം യൂട്യൂബിൽ എങ്ങനെ ഒരു നല്ലൊരു ബ്രീഡ് ചെയ്ത് അതിൻ്റെ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാവരും കോമൺലി ചെയ്യാറുള്ളൂ. പക്ഷേ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ കാര്യം, ഇപ്പോൾ കുറച്ച് പേരുണ്ടായിരിക്കും. അപ്പം എനിക്കൊരാൾ അയച്ച മെസ്സേജ് ഇതാണ്: ചേട്ടാ, ഞാൻ ഇതേപോലുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്തു, പക്ഷേ ഞാൻ 3 പേരെന്തോ ബ്രീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അതിലൊരു പേരായി, ബാക്കി 2 പേർ എനിക്ക് ബ്രീഡായി കിട്ടിയില്ല. അതെന്താ കാരണം? യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും അതേ രീതിയിൽ ചെയ്തിട്ടുണ്ട്, അവർക്കെല്ലാം സക്സസ് ആയി, എനിക്ക് മാത്രം ആയില്ല. അങ്ങനെ ഒരു രീതിയിൽ ആ പുള്ളി ഒരു മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വന്നൊരു കോമൺലി ഒരുപാട് പേർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അത് അവർ യൂട്യൂബിലോ അല്ലെ മറ്റെവിടെയെങ്കിലും ആരെങ്കിലും ചെയ്ത വീഡിയോസൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അവരത് സക്സസ് ആയി കാണത്തില്ല. എന്ന് വെച്ചാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ മെയിലും ഫീമെയിലും ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും പറ്റി ഡെഡായി പോകാൻ ചാൻസ് ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അവർക്കൊക്കെ തോന്നുന്നൊരു കാര്യമായിരിക്കും, എൻ്റേത് മാത്രം ശരിയാവുന്നില്ല, ഞാൻ ചെയ്തത് മാത്രം ശരിയാവുന്നില്ല. അങ്ങനൊരു പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. അപ്പം അതിനെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ നമ്മുടെ വീഡിയോ സീരീസ് കണ്ടിട്ടുള്ളവർക്കാണെന്ന് അറിയാം, അല്ലാത്തവർക്ക് വേണ്ടി പറയാം. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ബ്രീഡിങ്ങിന് എടുത്തതെന്ന് വെച്ചാൽ നമ്മളൊരു 6 പേരിനെയാണ് എടുത്തു വെച്ചിരുന്നത്. അത്യാവശ്യം എല്ലാ രീതിയിലും നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്ത് നല്ല രീതിയിൽ ഫുഡ് കൊടുത്ത് എല്ലാം സെറ്റാക്കിയുള്ള രീതിയിൽ തന്നെ നമ്മൾ എടുത്തേക്കുന്നത് 6 പേരായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൽ നമ്മൾ ആദ്യം ബ്രീഡ് ചെയ്യാൻ വേണ്ടി എടുത്തത് 2 പേർ ഫുൾ റെഡ്, അതായത് 2 പേർ ഫുൾ റെഡ്, 1 പേർ ബ്ലൂ, പിന്നെ 1 പേർ ബ്ലാക്ക് ഫീമെയിലും ഒരു ഷെയ്ഡുള്ളൊരു മെയിലും, പിന്നെ അതേപോലെ തന്നെ ഒരു ഫാൻസി പെയർ, അങ്ങനെ പിന്നെ ഒരു ബിഗ് ഇയർ ഗോൾഡൻ ഡംബോ ബിഗ് ഇയറിൻ്റെ ഒരു പെയർ. അങ്ങനെ 6 പേരായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ പറയാം, നമുക്കതിൽ സക്സസ് ആയിട്ട് കിട്ടിയെന്ന് പറയുന്നത് 3 പേരാണ്. അതായത് നമുക്ക് 3 പേർ ബ്രീഡായി കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് പറയുന്നത് 3 പേരാണ്. ബാക്കി 3 പേരിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ആ വീഡിയോയിൽ നമ്മൾ ചെയ്ത് ആ ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം, ബ്രീഡിങ് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾ ഇറങ്ങിയ ശേഷം നമ്മൾ ബ്രീഡ് ആയതിന് മാത്രം കാണിച്ചിട്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുങ്ങളെങ്ങനെ വളർന്നിരുന്നും എങ്ങനെ വളർത്താമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് നമ്മൾ കുഞ്ഞുങ്ങളെ ഇറങ്ങി. അപ്പം ബാക്കി 3 ഫെയിലിയർ ആയതിനെപ്പറ്റി ഞാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളൊരു ഫൈറ്റർ ബ്രീഡിങ് ഇപ്പോൾ ഫെയിലിയർ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നോക്കുക, അവിടെ എന്താ നമുക്ക് ഫോൾട്ട് പറ്റുക, അല്ലെങ്കിൽ അവിടെ എന്താണ് പ്രശ്നം വന്നതെന്ന് നോക്കുക. അപ്പം എനിക്ക് ആ 3 പേർ ഫെയിലിയർ ആയതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അതിൽ 2 പേർ എനിക്ക് കൺഫേം ആയത്, അതായത് 90% അത് ഫ്ലോപ്പ് ആവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മളിട്ട ആ ബ്ലാക്ക് ഫീമെയിലും ആ ഒരു ബ്ലാക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്നൊരു മെയിലും തമ്മിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പേര്. അതിൽ ആ ഫീമെയിൽ എന്ന് പറയുന്നത് ഓവർ സൈസും അതേപോലെ തന്നെ ഓവർ ഏജും ആയിട്ടുള്ള ഫീമെയിലായിരുന്നു. അത് നമ്മൾ അടുത്തുള്ളൊരു പുള്ളിയുടെ നിന്ന് എടുത്തതാണ്. അപ്പം പുള്ളീനെ ബ്രീഡ് ചെയ്യത്തൊന്നുമില്ല, അത് ചുമ്മാ ഇങ്ങനെ വളർത്തിയിട്ടിരുന്നതാണ്. അപ്പം നല്ലൊരു ഫീമെയിൽ, നല്ല ഫുൾ ബ്ലാക്കിൻ്റെ ഒരു ഫീമെയിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ബ്രീഡ് ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു മെയിലിൻ്റെ കൂടെ ഞാൻ ഇട്ടത്. അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സൈസുള്ള ഫീമെയിലായിരുന്നു. മെയിൽ അത്യാവശ്യം ചെറിയ മെയിലുമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു പേടി എന്ന് പറയുന്നത്, ചിലപ്പോൾ ഫീമെയിൽ മെയിലിനെ അറ്റാക്ക് ചെയ്യും എന്നുള്ള രീതിയിലൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. മെയിൽ ബബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു, മെയിൽ അത്യാവശ്യം ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് അത് ബ്രീഡ് ആയില്ല. അത് ആ ഫീമെയിലിൻ്റെ ഓവർ സൈസ് കാരണമാണ് ആ ഒരു പേര് നമുക്ക് ഫെയിലിയർ ആയത്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ കാര്യത്തിലോട്ട് പോകുകയാണെങ്കിൽ, നമ്മുടെ ഡംബോയർ, ഗോൾഡൻ ഡംബോയറിൻ്റെ HMBക്ക് ബിഗ്ഗർ പെയറാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. അത് രണ്ടും ഓവർ സൈസായിട്ടുള്ള ഓവർ ഏജ് ആയിട്ടുള്ള ഫിഷ്. അതെന്ന് പറയുന്നത് ഇതേപോലെ ഒരു പുള്ളി ബ്രീഡ് ചെയ്ത് കിട്ടിയ കുഞ്ഞുങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ പുള്ളി അതിനെ പിന്നെ ബ്രീഡ് ചെയ്യാനൊന്നും നിന്നില്ല, ജസ്റ്റ് ഒരു പെറ്റ് പോലെ ചുമ്മാ വീട്ടിൽ ഇങ്ങനെ വളർത്തിയിട്ടായിരുന്നതാണ്. അപ്പം അതും എനിക്ക് അപ്പം തന്നെ, കാരണം അത് ഒരുപാട് വീക്കായിരുന്നു ആ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ രീതിക്ക് അതും ബബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു മെയിൽ, പക്ഷേ അതെന്തോ എഗ്ഗ് ഇടുന്നില്ല. നമ്മളൊരു 7-8 ദിവസം വരെ ഈ 2 പേരും വെച്ച് നോക്കി, അവർ ഫൈറ്റും ചെയ്യുന്നില്ല, പക്ഷേ അവർ എഗ്ഗ് ഇടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ പിന്നെ എടുത്ത് മാറ്റുക ചെയ്തത്. ഇനി ലാസ്റ്റ് നമുക്ക് പണി കിട്ടിയത് എവിടെയാണെന്ന് പറയാം. പണി കിട്ടിയത് നമ്മുടെ 3ാമത്തെ ഫുൾ റെഡ് പേരാണ് നമുക്ക് പണി കിട്ടിയത്. കാരണം എന്ന് പറയുന്നത്, അത് മെയിലും നല്ല ആക്റ്റീവായിരുന്നു, ഫീമെയിലും നല്ല ആക്റ്റീവായിരുന്നു, അത്യാവശ്യം നല്ല എഗ്ഗ് കൗണ്ട് ഉണ്ടായിരുന്നു, നല്ല സൈസ് ഉണ്ടായിരുന്നു ഫീമെയിലിനും. ഒരു ഫസ്റ്റ് ബ്രീഡിംഗ് ആണ് അവർ, കാരണം അവർ ഇതുവരെ ആരും ബ്രീഡ് ചെയ്തിട്ടില്ല, പുതുതായിട്ട് എടുത്തൊരു പേരായിരുന്നു, ഫസ്റ്റ് ബ്രീഡിംഗ് ആണ്. അതിലിപ്പോൾ കിട്ടിയ പണിയെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ദിവസം നമ്മൾ കോമൺലി എല്ലാത്തിനെയും ഒരേപോലെ തന്നെ ഇറക്കി വിട്ടിരുന്നത്. അപ്പോൾ മെയിൽ ബബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ
മെയിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫീമെയിലിനെ ഇറക്കി വിട്ട് നോക്കുമ്പോൾ അവർ വലിയ അറ്റാക്കിംഗ് ഒന്നും കാണാനില്ല. കോമൺ ആയിട്ടുള്ള രീതിയിലുള്ളൊരു അറ്റാക്കിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ പിറ്റേ ദിവസം നോക്കിയപ്പോഴും ഇവർ നല്ല രീതിയിൽ ബബിളൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ എഗ്ഗ് ഇട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് എഗ്ഗ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ബബിളൊന്നുമില്ല. എഗ്ഗ് മാത്രം ഒരു സൈഡിൽ കുറേ എഗ്ഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഫീമെയിലായ എഗ്ഗിൻ്റെ സൈഡിൽ എഗ്ഗിനെ കെയർ ചെയ്തൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്, പക്ഷേ മെയിലിനെ കാണുന്നത്. അപ്പോൾ നമ്മളൊരു സൈഡ് നോക്കിയപ്പോൾ കാണാം മെയിൽ കുറച്ച് ടയേർഡായിട്ട് നിൽക്കുന്നതിൻ്റെ എന്ന് വെച്ചാൽ അവർ കുറച്ചൊന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ മെയിലിനെ കാണുന്നതിന് അതിൻ്റെ ടെയിലെല്ലാം അത്യാവശ്യം കട്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ രീതിയിലൊന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. മാത്രമല്ല മെയിൽ ഭയങ്കരമായിട്ട് എന്തോ ഒരു ആക്റ്റീവ് ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ട്. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ മെയിൽ ഡെഡ് ആവുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഫൈറ്റ് ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് കാരണം ആ മെയിൽ ഡെഡായി പോകുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നല്ല ആക്റ്റീവായിട്ടുള്ള മെയിലായിരുന്നു, നല്ല രീതിയിൽ കെയർ ചെയ്തായിരുന്നു, ഒരേ സൈസായിരുന്നു. അതായത് ഫീമെയിലും മെയിലും ഏകദേശം ഈക്വൽ സൈസ് തന്നെയായിരുന്നു, ഓവർ സൈസ് ഒന്നും അല്ലായിരുന്നു. ബട്ട് അത് ശരിയായില്ല. അതിപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ ഒരുപാട് പേര് ഇതാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയതിൻ്റെ കാര്യം അത് തന്നെ. ഒരുപാട് പേര് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കുമോ ഞാൻ ബ്രീഡ് ചെയ്ത് മാത്രം ശരിയാവുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാവുന്നില്ല, ബാക്കിയോ ഇതേണൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേരെ വീഡിയോ കാണാൻ പറ്റും. എങ്ങനെ ബെറ്റ ബ്രീഡിങ് ചെയ്യാം, എങ്ങനെ ഇതിനെ കെയർ ചെയ്യണം, എങ്ങനെ വളർത്തണം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ അവരെല്ലാം ചെയ്യുന്ന വീഡിയോയിൽ സക്സസ് ആവുന്നത് മാത്രമേ നിങ്ങൾ കാണിച്ചിട്ടുള്ളൂ. അല്ലേ കുറച്ച് കാണിക്കാത്തവരും കാണും കേട്ടോ, എല്ലാം കാണിക്കുന്നവർ കാണും, അങ്ങനെയല്ല പറഞ്ഞത്. കൂടുതൽ പേരും അത് അവരെ കുറ്റം പറയുമല്ല, അവരങ്ങനെ കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഇന്ന ഒരു ബ്രീഡിങ് ചെയ്യാനിടുമ്പോൾ അത് ബ്രീഡിങ് സക്സസ് ആയതിനായിരിക്കും നിങ്ങൾക്ക് കാണുന്നവർക്കും ഇഷ്ടം അത് തന്നെയായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ കാണിക്കുന്നത്. ഇപ്പം ഇതൊക്കെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളായി വളർന്നു വരുന്ന കാണിക്കും, അങ്ങനെ ചെയ്യും. അപ്പം അത് കാണുമ്പോൾ പലരും ഇത് കണ്ട് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് ഫെയിലിയർ ആവും. ഒന്നുകിൽ ഒരുപാട് ഓവർ സൈസുള്ള ഫീമെയിലായിരിക്കും കിട്ടുന്നത്, അപ്പം ജസ്റ്റ് അത് തമ്മിൽ ഫൈറ്റ് ചെയ്യും. കൂടുതൽ പേർക്കും പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ മെയിലും ഫീമെയിലും തമ്മിൽ ഫൈറ്റ് ചെയ്യും. ഒന്നുകിൽ മെയിൽ ഡെഡ് ആവും, അല്ലെങ്കിൽ ഫീമെയിൽ ഡെഡ് ആവും, അല്ലെങ്കിൽ മെയിൽ ഒട്ടും വാലും ഫെദറും ഒന്നും ഇല്ലാത്ത രീതിയിലായിട്ട് ഡാമേജ് ആയിപ്പോവും. അതിന് പിന്നെ അത് ഭയങ്കര വീക്കായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് പറ്റാറുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഫൈറ്ററിൻ്റെ ബ്രീഡിങ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഇതേ കണക്ക് തന്നെ എല്ലാവർക്കും സംഭവിക്കുന്നത്. ഇപ്പം നമ്മളൊരു 5-6 പേരൊക്കെ ഒന്നിച്ചെടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു 1-2 പേരൊക്കെ എന്തായാലും ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓരോ മീനിൻ്റെ ക്യാരക്ടർ ഓരോന്നല്ല. ചിലരൊക്കെ ചിലപ്പോൾ നമ്മൾ പിറ്റേ ദിവസം തന്നെ ബ്രീഡായി എഗ്ഗായി സെറ്റായി കിടക്കും, അവരൊരു ഫൈറ്റും ചെയ്തില്ല. ചിലർ കുറേ നേരം ഫൈറ്റൊക്കെ ചെയ്യും, എന്നാലും അവർ എഗ്ഗിടും ബ്രീഡാവും, പക്ഷേ കുറച്ച് ഡാമേജൊക്കെ അവർക്ക് ബോഡിയിൽ വരും. ചിലരാണെന്നുണ്ട് എത്ര നാൾ കഴിഞ്ഞാലും ഫൈറ്റും ചെയ്യത്തില്ല, അവർ അതേ രീതിയിൽ തന്നെ കിടക്കും. ഒരു രീതിയിൽ അവർ ഫൈറ്റ് ചെയ്യുമോ എഗ്ഗ് ചെയ്യുമോ ഡാമേജ് ആവോ ഒന്നുമില്ല, പക്ഷേ അതേ രീതിയിൽ തന്നെ ഇങ്ങനെ കിടക്കും, അവർ എഗ്ഗ് ഇടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പേരിനൊക്കെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എടുത്ത് മാറ്റുക. അപ്പോൾ കുറച്ച് ദിവസം നോക്കുക, എന്നിട്ട് അവർ എഗ്ഗ് ഇടുന്നില്ല, ഒരു മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റി ഒന്നുകൂടെ കണ്ടീഷനൊക്കെ ചെയ്ത് നിങ്ങൾ ഒന്നുകൂടി ഇട്ട് നോക്കുക, ചിലപ്പോൾ അത് നേരെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ എല്ലാവരും ഇതേണൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അതിൽ നല്ല രീതിയിൽ ബ്രീഡായിട്ടുണ്ടെന്നൊക്കെ കണ്ടുകൊണ്ട് പലരും വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. അതാരും വെളിയിൽ അങ്ങനെ കാണിക്കുന്നില്ല, അല്ലെ പറയുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫൈറ്റർ ഫിഷിൻ്റെ ബ്രീഡിങ് സീരീസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുറകോട്ട് പോയത് കണ്ടു നോക്കുക. ഒരു 3 പാർട്ട് വീഡിയോസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാൻ വേണ്ടി. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാം റെഡി ആവട്ടെ എന്ന് പറയാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ അഖിൽ, ബൈ.